CPIM സംസ്ഥാന സമ്മേളനം പൂർത്തിയായതിനു പിന്നാലെ നേതാക്കൾക്കിടയിൽ അതൃപ്തി പുകയുകയാണ്. മന്ത്രി വീണ ജോർജിനെ CPIM സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവാക്കിയതിൽ കടുത്ത നിലപാടുമായി പത്മകുമാർ രംഗത്തെത്തി. പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിയാനാണ് പത്മകുമാറിന്റെ തീരുമാനം. നിലവിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ. വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവാക്കിയതിൽ തനിക്ക് മാത്രമല്ല അതൃപ്തിയെന്നും പാർട്ടി നടപടി നേരിടാൻ തയ്യാറാണ് എന്നും പത്മകുമാർ പറഞ്ഞു. രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലെ പരിശോധിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും ഘടകങ്ങളിലേക്ക് പാർട്ടി സഹാക്കളെ എടുത്തിട്ടുള്ളത്. ഈ പ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതി കണ്ടതുകൊണ്ടാണ് അങ്ങനെ പരസ്യമായിട്ട് അപ്പോഴ തന്നെ പ്രതികരിക്കേണ്ടി വന്നത്. അത് കുറെ വികാരപരമായി പോയെന്ന് എനിക്ക് തന്നെ അറിയാം. ഞാൻ എന്തായാലും തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിയാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സാധാരണ നിലയ്ക്ക് CPIMനകത്ത് 75 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്യേണ്ടതാണ്. എനിക്കിപ്പോൾ 66 വയസ്സായി. ഞാൻ നേരത്തെ 9 വർഷം മുമ്പ് റിട്ടയർ ചെയ്തതായിട്ട് കരുതുന്നു. അത്രയേ ഉള്ളൂ. ജോലി കിട്ടിയാൽ 56ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യണമല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ, ഇത് തൊഴിലാളി വർഗ പ്രസ്ഥാനമാണെങ്കിൽ, ഒരു പാർട്ടി ഘടകത്തിൽ പറയേണ്ട കാര്യം പാർട്ടി ഘടകത്തിൽ അല്ലാതെ പറഞ്ഞതിന് നടപടി ഉണ്ടാവേണ്ടത് തന്നെയാണ്. അക്കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഞാൻ മറ്റൊരാളാണെങ്കിൽ മറ്റൊരാളാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഞാൻ കർശനമായിട്ടുള്ള നടപടി ആവശ്യപ്പെടുകയും ചെയ്യും. വീണ ജോർജിനെ പുതിയ കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവായി എടുത്തതിൽ എന്താണ് വിയോജിപ്പുണ്ടാവാൻ കാരണം? എനിക്ക് മാത്രമല്ലല്ലോ, പക്ഷെ ഞാൻ പറയാൻ ഒരാൾ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. മന്ത്രി എന്ന നിലയിലാണ് വീണ ജോർജിനെ ക്ഷണിതാവാക്കിയത് എന്നായിരുന്നു CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ പ്രതികരണം. മന്ത്രിയായിരുന്നപ്പോൾ C രവീന്ദ്രനാഥും ക്ഷണിതാവായിരുന്നു. പത്മകുമാറിന്റെ പരാമർശം പാർട്ടി പരിശോധിക്കുമെന്നും രാജു എബ്രഹാം പറഞ്ഞു. പത്മകുമാർ പത്തനംതിട്ട പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയോ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല എന്നൊരു പ്രതികരണം അദ്ദേഹം ആദ്യം നടത്തിയിരുന്നു. എന്തായാലും അത് പാർട്ടി വളരെ ഗൗരവത്തോടുകൂടി തന്നെ അത് പരിശോധിക്കും. മന്ത്രിമാർ അവരെ പാർട്ടിയുടെ സംസ്ഥാന സമിതി മെമ്പർമാരല്ലെങ്കിൽ അവരെ സംസ്ഥാന സമിതിയിലേക്ക് ക്ഷണിക്കുക അതൊരു കീഴ്വഴക്കമാണ്. ശ്രീ C രവീന്ദ്രനാഥ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ സംസ്ഥാന സമിതി പ്രത്യേക ക്ഷണിതാവായിരുന്നു. വീണ ജോർജ് ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിലാണ് പാർട്ടിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാന സമിതിയിലെ ക്ഷണിതാവായി വീണ ജോർജിനെ തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ഉൾപ്പെടുത്താത്തതിൽ വിയോജിച്ച് മറ്റു നേതാക്കളും രംഗത്തുണ്ട്. P ജയരാജനും മേഴ്സിക്കുട്ടിയമ്മയുമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ വിയോജിപ്പ് അറിയിച്ചത്. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാതിരുന്ന N സുകന്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റും ചർച്ചയാവുകയാണ്. വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന നിഷ്കളങ്കരെ നിങ്ങളിപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് P ജയരാജന്റെ മകൻ ജെയിൻ രാജിന്റെ വാട്സപ്പ് സ്റ്റാറ്റസ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, സമ്മേളനത്തിന് പിന്നാലെ വലിയ അമർഷവും അതൃപ്തിയുമുണ്ട് നേതാക്കൾക്ക്. അതിൽ തുറന്നു പറയുന്നത് പത്മകുമാറാണ്. പത്മകുമാർ പാർട്ടിക്ക് അത്രമേൽ സ്വീകാര്യനല്ല എങ്കിൽ പോലും 5 പതിറ്റാണ്ടിലേറെയായി CPIMന്റെ പല ഘടകങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന നേതാവാണ്. വലിയ വിമർശനം അദ്ദേഹം ഉന്നയിച്ചു എന്ന് മാത്രവുമല്ല, അതിൽ ഉറച്ചു നിൽക്കുകയുമാണല്ലോ. തീർച്ചയായിട്ടും പത്മകുമാർ പുറത്തേക്കുള്ള വഴിയാണെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. അദ്ദേഹം അത് പറയുന്നുമുണ്ട്, പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കിക്കോട്ടെ, അതുകൊണ്ട് വിമർശനങ്ങളിൽ കുറവ് വരുത്തില്ല. താൻ പറഞ്ഞത് തൻ്റെ നിലപാടാണ്, ബോധ്യമാണ്. 9 വർഷത്തെ മാത്രം പ്രവർത്തന പാരമ്പര്യം CPIMനുള്ള ആളാണ് വീണ ജോർജ്. അവർ CPIMന്റെ ആറന്മുള CPIMന്റെ പ്രതിനിധിയായി മത്സരിച്ച് ജയിച്ചു. അന്നു തൊട്ട് പാർട്ടിയിലുള്ള ബന്ധമാണ്. താൻ അങ്ങനെയല്ല, 5 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവാണ്. തന്നെ മറികടന്ന് വീണ ജോർജ് വന്നത് അനീതി എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുകയാണ് പത്മകുമാർ. പക്ഷേ അത് CPIM കാര്യമായി എടുക്കില്ല. പത്മകുമാർ പോകുന്നെങ്കിൽ പൊക്കോട്ടെ നിലപാട് തന്നെയാകും CPIM സ്വീകരിക്കുക. പത്മകുമാറിന്റെ ഈ വിമർശനം അരുൺ, അതായത് ഇതിപ്പോൾ പരസ്യമായി പ്രതികരണവുമായി എത്തിയിട്ടുള്ളത് പത്മകുമാറാണ്. അതോടൊപ്പം തന്നെ മേഴ്സിക്കുട്ടിയമ്മ, P ജയരാജൻ അടക്കമുള്ളവരും വലിയ വിയോജിപ്പ്, അത് പരസ്യമായി പറയുന്നില്ല, പക്ഷേ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ആ അതൃപ്തി വ്യക്തമാണല്ലോ. തീർച്ചയായും ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്കും അതുപോലെ
പി ജയരാജനും കടുത്ത അതൃപ്തിയുണ്ട്. രണ്ടുപേരും അവരുടെ ജില്ലകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ്, മുതിർന്ന നേതാക്കളാണ്. മേഴ്സിക്കുട്ടി അമ്മയാകട്ടെ സംസ്ഥാനത്തെ CPM-ന്റെ വനിതാ നേതാക്കൾ തന്നെ ഏറ്റവും പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവാണ്, ഏറ്റവും സീനിയറായ നേതാവാണ്. PK ശ്രീമതിക്കും KK ശൈലജയ്ക്കും ഒക്കെ മുമ്പേ CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വന്ന നേതാവാണ്. SFI-ലും DYFI-ലും ഒക്കെ ആ രീതിയിൽ പ്രവർത്തിച്ച നേതാവാണ്. അവർ നേരത്തെ തന്നെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടേണ്ടതായിരുന്നു, പക്ഷേ അത് ഉണ്ടായില്ല. മാത്രവുമല്ല അവിടെ നിന്ന് വളരെ ജൂനിയറായ നേതാക്കൾ സംസ്ഥാന സമിതി വരുമ്പോൾ അവർക്കൊപ്പം അവിടെ ഇരിക്കേണ്ട ഒരു അവസ്ഥ കൂടി മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് ഉണ്ടാകുന്നു. അവർ അതിൽ അതൃപ്തയാണ്. അതുകൊണ്ടാണ് അവർ പാർട്ടി വേദിയിൽ തന്നെ തുറന്ന് പറഞ്ഞത്, പുറത്തു പറയാൻ അവർ തയ്യാറല്ല. പി ജയരാജനും ഈ തൻ്റെ അതൃപ്തി സംസ്ഥാന നേതൃത്വം അവതരിപ്പിച്ച സെക്രട്ടേറിയറ്റ് പാനലിലുള്ള അതൃപ്തി സംസ്ഥാന സമിതി തുറന്നു പറഞ്ഞു. അത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് തയ്യാറുള്ള നേതൃത്വം പറഞ്ഞപ്പോൾ താൻ എതിർത്ത് വോട്ട് ചെയ്യുന്നില്ല, പക്ഷേ തന്റെ നിലപാട് ഇതെന്ന് പറഞ്ഞാണ് പി ജയരാജൻ തൻ്റെ തുറന്നു പറച്ചിൽ സംസ്ഥാന സമിതിയിൽ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസുമൊക്കെ ചർച്ചയാകുന്നുണ്ട്. ഏതായാലും ഈ നേതാക്കളൊക്കെ പുറത്തു പറയുന്നില്ല, പക്ഷേ കടുത്ത അതിർത്തിയിലാണ്. മറ്റു ജില്ലകളിലുമുണ്ട് സമാന ദുഃഖിതരായ നേതാക്കൾ. അവഗണിക്കപ്പെട്ട തോന്നൽ പ്രവർത്തകരിലുമുള്ള ഉണ്ട്. ചില നേതാക്കളേക്ക് അവഗണിക്കുമ്പോൾ അത്ര നേതാക്കളുണ്ട്. തൃശ്ശൂരിലെ UP ജോസഫ് നേരത്തെ സംസ്ഥാന സമിതി അത്ര നേതാവായിരുന്നു. സുകന്യയുടെ കാര്യം ആ രീതിയിൽ തന്നെ അവർ തന്നെ ഒരു പരോക്ഷ വിമർശന രൂപത്തിലിടുകയും ഇപ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറയുകയും ചെയ്യുന്നു. വിജയകുമാർ പിണറായി വിജയൻ കഴിഞ്ഞ CPM സംസ്ഥാന സമിതിയിൽ ഏറ്റവും സീനിയറായ നേതാവാണ്. കടകംപള്ളി സുരേന്ദ്രൻ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളാണ്. ഇവരാരും സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെട്ടിട്ടില്ല, ഇനി ഉൾപ്പെടാൻ അവർക്ക് അവസരവുമില്ല. അങ്ങനെ പലർക്കും വഴിയടയ്ക്കുകയാണ്, പലരുടെ വഴി അടയുകയാണ് ഇത്തരത്തിൽ പുതിയ ആളുകൾ വരുമ്പോൾ, പുതിയ കമ്മിറ്റികൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ. തീർച്ചയായും അവിടെ അരുൺ, ഈ ഇപ്പോൾ പി ജയരാജൻ എന്ന നേതാവിനെ തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം, ജയരാജന് വലിയ തോതിൽ അണികളുടെ പിന്തുണയുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അദ്ദേഹത്തെ പുകഴ്ത്തിയിട്ടുള്ള അണികളുടെ പ്രവൃത്തികൾ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മറുഭാഗത്ത് പിണറായി വിജയന് സ്തുതിഗീതം എന്ന നിലയിലൊക്കെ വരുമ്പോൾ അത്രമേൽ വലിയ പ്രതിഷേധങ്ങളോ ഒന്നും തന്നെ ഉയരുന്നുമില്ല എന്നതൊക്കെയാണ്. അപ്പോൾ ഈ ജയരാജനെ പോലെയുള്ള നേതാക്കളെ മാറ്റി നിർത്തുമ്പോൾ അത് പാർട്ടിക്കകത്ത് പാർട്ടി അണികൾക്കിടയിലും ഒക്കെ വലിയ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയില്ല. അത് പരസ്യമായി പുറത്തേക്ക് വന്നില്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും പി ജയരാജൻ വലിയ ഒരു ഫാൻ ബേസ് ഉള്ള നേതാവ് തന്നെയാണ് CPM-ൽ. അതിൻ്റെ ആരാധകരുടെ എണ്ണം കൂടിയതും അവരുടെ പുകഴ്ത്തൽ കൂടിയതും ഒക്കെയാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ CPM നേതൃത്വത്തിന് അനഭിഹിതനാക്കിയെന്ന് കൂടി പറയേണ്ടി വരും. കണ്ണൂരിൻ്റെ ചെന്താരകമെന്നും ഒക്കെ വിശേഷിപ്പിച്ചുള്ള പാട്ടുകളും ആൽബങ്ങളും ഒക്കെ ഒരു കാലത്ത് പി ജയരാജനെ വലിയ വിമർശനത്തിനിടയാക്കി. പാർട്ടി അതിൽ അദ്ദേഹത്തിന് നടപടി പോലും സ്വീകരിച്ചു. അത്തരം ഫാൻ ഗ്രൂപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ജയരാജൻ തന്നെയെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ഉയർന്നു വന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടാക്കിയത്. ഇപ്പോൾ ജയരാജൻ തീർത്തും അനഭിഹിതനാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനായാലും സംസ്ഥാന നേതൃത്വത്തിനായാലും അത്ര നല്ല താല്പര്യമുള്ള ആളല്ല പി ജയരാജൻ. അണികൾക്കുള്ള എതിർപ്പൊക്കെ ഒരുപക്ഷെ മറികടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാകാം CPM ഇത്തരം തീരുമാനത്തിലേക്ക് പോകുമ്പോൾ കരുതുന്നത്. ഏതായാലും അത്തരത്തിലുള്ള അമർശങ്ങൾ കീഴടങ്ങൾ അണികൾക്കിടയിൽ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. അതൊക്കെ പരിഹരിക്കാമെന്ന പ്രതീക്ഷയാകാം CPM-നെ ജയരാജനെ ഈ രീതിയിൽ ഒതുക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ. CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ജയരാജൻ. ജില്ലാ സെക്രട്ടറിമാർ സാധാരണ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും ഏറെ പലരും സംസ്ഥാന സെക്രട്ടറി പദത്തിലുമൊക്കെ എത്തിയിട്ടുള്ള ജില്ലയാണ് കണ്ണൂർ. അവിടെ നിന്നാണ് ജയരാജനെ ഒഴിവാക്കുകയും അദ്ദേഹത്തെക്കാൾ ജൂനിയറായ MV ജയരാജനെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത്. MV ജയരാജൻ CPM-ന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്, കഴിഞ്ഞ സമ്മേളനത്തിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അങ്ങനെ ഉയർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് പുതിയ ജില്ലാ സെക്രട്ടറിയെ കണ്ടെത്തേണ്ടി വരും. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പി ജയരാജൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏറ്റവും ഉയർന്ന ബോഡിയിൽ, സംസ്ഥാനത്തെ ഉയർന്ന ഘടകത്തിൽ വേണ്ട എന്ന നിലപാട് തന്നെയാണ് CPM സ്വീകരിച്ചത്. അതിൽ പിണറായി വിജയന് ജയരാജനോടുള്ള അതൃപ്തി ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ജയരാജനെയൊക്കെ ഇങ്ങനെ ഒതുക്കുമ്പോൾ പിണറായി വിജയനെതിരെ കാര്യമായ വിമർശനങ്ങൾ ഉയരുന്നില്ല. പിണറായി വിജയനിലേക്ക് വീണ്ടും കേന്ദ്രീകരിക്കുകയാണ് ഒരു പരിധിവരെ CPM സർക്കാരും എന്നതുകൂടി നമുക്ക് തീർച്ചയായും അതാണല്ലോ അരുൺ അതിലെ വൈരുദ്ധ്യം. ഇപ്പോൾ ജയരാജന്റെ മകന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് തന്നെ പരിശോധിക്കുമ്പോൾ ആ അതൃപ്തി തന്നെയാണ് അതിൽ ആ വാക്കുകളിൽ ഉള്ളത്. പക്ഷേ അതൊക്കെ മറ്റൊരു വ്യക്തിയല്ലേ എന്ന പാർട്ടിക്ക് സാങ്കേതികമായി അതിനൊക്കെ മറുപടികൾ ഉണ്ടാകും. ജയിന്റെ ഒരു പോസ്റ്റിനെ എങ്ങനെയാണ് ജയരാജന്റെ പ്രതികരണമായി കണക്കാക്കാൻ പറ്റുക, അതിനെ എങ്ങനെയാണ് കൂട്ടിച്ചേർക്കാൻ പറ്റുക എന്ന ചോദ്യമൊക്കെ ഉണ്ടാകും. അല്പസമയം മുമ്പാണ് സുകന്യ നമ്മളോട് പ്രതികരിച്ചത്. അവരും ഇത്തരത്തിൽ ആയിരുന്നു ഒരു പോസ്റ്റ്. പ്രത്യേകിച്ച് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെ ഫേസ്ബുക്കിലെ പ്രൊഫൈൽ മാറുന്നു. അവിടെ ചെഗുവേരയുടെ പ്രശസ്തമായ വാചകം തലക്കെട്ടായി ഇടം പിടിക്കുന്നു. അതായത് ഫേസ്ബുക്ക് പോസ്റ്റ് വിയോജിപ്പല്ല എന്നുള്ളൊരു ന്യായീകരണം അല്പസമയം മുമ്പ്. ഞാൻ അരുണിലേക്ക് വരാം. ആ സുകന്യയുടെ പ്രതികരണം തന്നെ നമുക്കൊരിക്കൽ കൂടി കേൾക്കാം.
ആരാണ് പ്രതീക്ഷിച്ചിരുന്നത്? മാധ്യമങ്ങൾ, നിങ്ങളെ ഞാൻ കുറ്റം പറയില്ല, കാരണം വാർത്ത കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചില പേരുകളും മറ്റു കാര്യങ്ങളും പറയേണ്ടി വരും. അതല്ലാതെ പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു രീതിയില്ല. ആരെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ച് അല്ല ഇതിന് അങ്ങനെ വരികയും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാനിപ്പോ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. എനിക്ക് പാർട്ടി തന്ന മറ്റു ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകയാണ് ഞാൻ. അതല്ലാതെ എനിക്ക് യാതൊരു തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നില്ല. ഇത്തരം ഒരു ദുർവ്യാഖ്യാനത്തിനിടയാക്കേണ്ട ഒരു പരാമർശവും എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുമില്ല. യെസ്, അരുൺ, ഇത്തരത്തിലാണ് പ്രതികരണം വരുന്നത്. ഇതിപ്പോൾ സ്വാഭാവികമാണ്. CPM-ഉമായി ബന്ധപ്പെട്ട എല്ലാം മാധ്യമ വാർത്തകൾ മാത്രമാണ്. പാർട്ടിക്കകത്ത് വിഷയമില്ല എന്ന് പറയുമ്പോൾ പോലും അവിടെ പത്മകുമാറിനെ പോലെയുള്ള നേതാക്കൾ പറഞ്ഞ വാക്കുകളുണ്ട്. ഇത് തൻ്റെ മാത്രമല്ല, താൻ എങ്കിലും പറയണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടിക്കകത്ത് മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമായി വരുന്ന തരത്തിലല്ല, പല പേരുകളും പരിഗണിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്ക് സ്ഥാനങ്ങളില്ലാത്തത് സ്വാഭാവികമായും അതൃപ്തി സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ സംഘടനാപരമായ ഒരു ചട്ടക്കൂടി നിൽക്കുമ്പോൾ അതങ്ങനെ പരസ്യമായി പറയുന്നില്ല എന്നതല്ലേ വസ്തുത? തീർച്ചയായിട്ടും അത്തരം അതൃപ്തിയുള്ളവരുണ്ട്. ചിലർ സംസ്ഥാന സമിതി തന്നെ തുറന്നു പറഞ്ഞു. അതൃപ്തി മനസ്സിൽ വെച്ചുകൊണ്ട് സംസ്ഥാന സമിതിയിൽ പോലും സംസ്ഥാന നേതൃത്വം അവതരിപ്പിച്ച പാനലിനെ കൈയടിച്ച് അംഗീകരിച്ചവരുണ്ട്. ചില പേരുകൾക്ക് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. അത്തരത്തിലുള്ള ആളുകളുണ്ട്. പുറത്ത് ഒരു കാരണവശാലും പാർട്ടിക്കെതിരെ പറയില്ല നിലപാടെടുത്ത ആളുകളുണ്ട്. ചിലരൊക്കെ സ്വാഭാവികമായും ഒതുങ്ങിക്കൂടാൻ തയ്യാറെടുക്കുന്ന ആളുകളുണ്ട്. അത്ര സജീവമല്ലാതെ പാർട്ടി പ്രവർത്തകർ, സുരേഷ് കുറുപ്പിനെ നേതാക്കളെയൊക്കെ നമുക്ക് ഈ ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. നേരത്തെ തന്നെ CPM-ന്റെ സെക്രട്ടേറിയറ്റിലും അതിന് മുകളിലുമൊക്കെ വരേണ്ട ഒരു നേതാവായിരുന്നു സുരേഷ് കുറുപ്പ്. പക്ഷേ അദ്ദേഹത്തെ കൃത്യമായി ഒതുക്കിയെന്ന് തന്നെ വിശ്വസിക്കുന്ന അണികളുണ്ട്. അദ്ദേഹത്തിനും അത്തരം ഒരു വികാരമുണ്ട്. സുരേഷ് കുറുപ്പ് ഇപ്പോൾ CPM-ൽ സജീവമല്ല. അത്തരം നേതാക്കളുടെ എണ്ണം കൂടുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഇപ്പോഴത്തെ സംസ്ഥാന സഭ രൂപീകരണത്തിൽ ഒരുപക്ഷെ അത്തരം ആളുകൾ കൂടുതൽ പേർ പതിയെ വഴിമാറുന്നവരുണ്ട്. നമുക്കറിയാം, എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ ജെയിംസ് മാത്യു CPM-ന്റെ കണ്ണൂരിലെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളാണ്. ജെയിംസ് മാത്യു പെട്ടെന്ന് താനിനി തന്നെ പരിഗണിക്കേണ്ട നേതൃത്വത്തെ അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ, എറണാകുളം സമ്മേളനത്തിൽ നിലപാട് അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ സംസ്ഥാന സമിതി ഒഴിവാക്കി. അദ്ദേഹം പിന്നീട് CPM തലങ്ങളിലൊന്നുമില്ല, പാർട്ടി പ്രവർത്തനത്തിൽ സജീവമല്ല. ഒരു കാര്യം സൂചിപ്പിക്കേണ്ടത്, ഈ ജെയിംസ് മാത്യുവിൻ്റെ ജീവിത പങ്കാളി കൂടിയാണ് എൻ സുകന്യ എന്നത് കൂടിയാണ്. ഏതായാലും സുകന്യ സജീവമായി തന്നെ പാർട്ടിയുടെ നേതൃതലങ്ങളിലുണ്ട്. അവർ സംസ്ഥാന സമിതിയിലേക്ക് വരാൻ യോഗ്യയാണെന്ന് കരുതിയവരും നിരവധിയാണ്. പക്ഷേ അതും ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ അമർശങ്ങൾ ഉള്ളിലൊതുക്കി പോകുന്നവരുണ്ട്. പത്മകുമാറിനെ പോലെ പൊട്ടിത്തെറിച്ച് പുറത്തേക്കുള്ള വഴി തേടുന്നവരുണ്ട്. എല്ലാം പാർട്ടി പറയുമ്പോഴും എല്ലാം കേട്ടിരുന്ന് മനസ്സിലെ അതിർത്തി ഒളിപ്പിച്ച് കൈയടിച്ച് ഇറങ്ങി വരുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട്. ഇന്നലെ MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഭാരവാഹികളാക്കാൻ പറ്റില്ലല്ലോ. P ജയരാജന്റെ കാര്യം ചോദിക്കുമ്പോഴാണ് MV ഗോവിന്ദൻ അത്തരമൊരു നിലപാട് പറഞ്ഞത്. ഇവിടെ പരിഗണിക്കാൻ ഒരുപിടി ആളുകൾ ബാക്കിയുണ്ട്, പക്ഷേ എല്ലാവരെയും പരിഗണിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ നേതൃത്വത്തിന് അങ്ങനെ പറയാം. അപ്പോഴും ഈ അവഗണിക്കപ്പെടുന്ന, അത് വളരെ കൃത്യമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള, വളരെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളുകൾ കൂടി അവഗണിക്കപ്പെടുന്നു. അവർക്ക് വലിയ അമർശങ്ങളുണ്ട്. അത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ചിലതൊക്കെ പുറത്തു വരുന്നു, ചിലതൊക്കെ അവരുടെ ആത്മഗതമായോ അടക്കം പറച്ചിലോ മാത്രം മാറുന്നു എന്നുള്ളതാണ് CPM ഇപ്പോൾ കണ്ടുവരുന്നത്. യെസ്, വലിയ അതൃപ്തിയുണ്ട് നേതാക്കൾക്കിടയിൽ എന്ന് തന്നെയാണ് ഇപ്പോൾ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അടക്കം വ്യക്തമാകുന്നത്. പത്മകുമാർ ആണ് വലിയ വിമർശനവും എതിർപ്പും അറിയിച്ച് രംഗത്ത് എത്തിയിട്ടുള്ളത്. അതേസമയം മറ്റ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ പരസ്യമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷേ സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങുമ്പോൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇത് വീണ്ടും പാർട്ടിയിൽ പിണറായി വിജയൻ പിടിമുറുക്കുന്നു, അതോടൊപ്പം തന്നെ അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്നവർ എന്നതാണ്. എന്തായാലും ഈ സമ്മേളനം കഴിയുമ്പോൾ പ്രതിനിധികളിൽ നിന്ന് പേരിന് പോലും വിമർശനം മുഖ്യമന്ത്രിക്ക് എതിരെ ഉണ്ടായില്ല. മറുഭാഗത്ത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതിനിധികളുടെ വിമർശന ചൂട് നന്നായി അറിയുകയും ചെയ്തു.